ബിസിനസ് തുടങ്ങുമ്പോഴുള്ള ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ബിസിനസ് തുടങ്ങാൻ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രവണത ഒരു 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 15 ലക്ഷം രൂപ ഇനീഷ്യലി ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അങ്ങോട്ട് ചെയ്തു വയ്ക്കും. അപ്പോൾ ഒരു 5 ലക്ഷം രൂപ കടം കൂടി ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തുടങ്ങുന്നവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് വരുമാനമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണത്. പക്ഷേ ഇതൊന്ന് പച്ച പിടിച്ച് ഏതൊരു ബിസിനസ്സായാലും പച്ച പിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ സാധാരണ ഗതി 2-3 കൊല്ലം എടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു മുൻധാരണ ഇല്ലാണ്ട് പോയിട്ട് ഇതിലേതിലെങ്കിലും ചെന്ന് ചാടി പിന്നെ മൊത്തം അങ്ങോട്ട് പ്രശ്നമാക്കി എടുക്കും. അതല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റവന്യൂ കിട്ടുന്ന ടൈപ്പ് ബിസിനസ്സുകളുണ്ട്. ഇപ്പോൾ നമ്മൾ മറ്റേ ഇൻസ്റ്റൻ്റ് ഐറ്റംസ്, ഇപ്പോൾ നമ്മൾ ചായ കൊടുക്കുന്ന ചായക്കട, കോഫി ഷോപ്പ്, അല്ലെങ്കിൽ മറ്റേ ജ്യൂസ് ഷോപ്പ്, ഇങ്ങനെയൊക്കെ നല്ല ലൊക്കേഷനിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബിസിനസ് കിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. അതിപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബിസിനസ് പിടിച്ച് കിട്ടും. അതല്ലാണ്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സമയം എടുക്കും അത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതൊക്കെ അറിയാൻ പാടില്ലാണ്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പോയിട്ട് അങ്ങോട്ട് കടത്തിനും ഇത് കടമൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ലാസ്റ്റ് എന്തുണ്ടാവുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ മാസം റൺ ചെയ്ത് കഴിയുമ്പോൾ വിചാരിച്ച മാതിരി ബിസിനസ് കിട്ടില്ല. അത് കിട്ടാണ്ടായി കഴിയുമ്പോൾ പിന്നെ സാലറി കൊടുക്കാൻ പ്രോബ്ലമായി, റെൻറ്റ് പ്രോബ്ലമായി, ഫോണിൻ്റെ ബില്ലടയ്ക്കണം, ഫ്യൂൽ അടിക്കാൻ പൈസ ഇല്ല, ടീയെ കൊടുക്കാൻ കാശില്ല, ആകെ പ്രശ്നങ്ങൾ. അപ്പോൾ എന്തുണ്ടാവും, പതുക്കെ നമ്മുടെ കൂടെ വലിയ ആവേശത്തിൽ വന്ന എംപ്ലോയീസ് ഓരോരുത്തർ കുറച്ച് കഴിയുമ്പോൾ ഇത് ശരിയാവില്ല എന്ന് കഴിയുമ്പോൾ അവർ നമ്മളെ വിട്ടുപോയി അവസാനം തുടങ്ങിയ ആൾ എന്തോ ഒരു വലിയ പാപം ചെയ്ത പോലെ ഈ സംഗതി അവന് നിരാശയായി, അവൻ്റെ കയ്യിലുള്ള കാശും പോയി, അതിൻ്റെ പരിപാടി അവിടെ അവസാനിക്കും. അപ്പം നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് ബേസിക്കായിട്ട് നമുക്കിത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, എത്ര രൂപ ഇതിന് എക്സ്പെൻസ് വരും എന്നുള്ളതിനെ പറ്റി കൃത്യമായൊരു ധാരണ വേണം. അതല്ലാണ്ട് ഈ പണിക്ക് നമ്മൾ ഇറങ്ങരുത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പണി കൃത്യമായി നമ്മൾ പഠിക്കാണ്ട് നമ്മൾ ഈ പണിക്ക് നിൽക്കരുത്. അത് നമ്മുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇല്ലാണ്ട് ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബിസിനസ് കറക്റ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ടതാണ് പലരും വന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ചാടുന്നത്. അപ്പോൾ നമ്മൾ സേഫായിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യാം, ഒന്ന് നമ്മൾ ഒരു വർക്ക് നല്ല പോലെ നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിനെ പറ്റി നല്ല പോലെ നമ്മൾ പഠിക്കുക, അതിൻ്റെ പ്രോഫിറ്റ് പഠിക്കുക. 2, നമ്മൾ ചെയ്യുന്ന ലൊക്കേഷനിൽ എത്രത്തോളം ഈ ബിസിനസ്സിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ആ നാട്ടുകാർ എന്താണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് എങ്ങനെയാണ് നമ്മൾ സർവീസ് കൊടുക്കേണ്ടത്, എന്ത് ടൈപ്പ് പ്രൊഡക്റ്റുകളാണ് ആ ഭാഗത്ത് നമ്മൾ വിൽക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ. പിന്നെ നമ്മുടെ സ്റ്റോക്ക് എത്രത്തോളം വേണം, നമുക്ക് എത്ര തവണ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എത്ര ബിസിനസ് ഈ പറയുന്ന ലൊക്കേഷനിൽ നമുക്ക് കിട്ടും, അതിന് ആനുപാതികമായ രീതിയിൽ തന്നെ നമ്മുടെ ലോൺ വരണം, നമ്മുടെ സ്റ്റാഫ് സാലറി വരണം, നമ്മുടെ എല്ലാ എക്സ്പെൻസുകളും അതിൻ്റെ ഉള്ളിൽ പോകാവുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റിങ് നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ എല്ലാ മാസവും നമ്മൾ എന്ത് ചെയ്യണം, ഈ ബഡ്ജറ്റിങ്ങും ഈ പറയുന്ന ആക്ച്വൽസും തമ്മിൽ എത്ര ഡിഫറൻസ് വരുന്നുണ്ടെന്ന് നോക്കണം. ഈ ഡിഫറൻസിനനുസരിച്ചിട്ട് നമ്മൾ മാർക്കറ്റിങ്ങോ മറ്റ് സർവീസുകൾ, ചിലപ്പോൾ ഡെലിവറി നമ്മൾ ഹോം ഡെലിവറി നമ്മൾ കൊടുക്കേണ്ടി വരും, മാർക്കറ്റിങ് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നല്ല ഫ്ലയറുകൾ അടിച്ച് നമ്മൾ പത്രങ്ങളിൽ കൊടുത്ത് അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് മറ്റേ ഓഫേഴ്സ് കൊടുത്തിട്ട് നമുക്ക് ബിസിനസ് പിടിക്കാൻ പറ്റും, ലോയൽറ്റി പോയിന്റുകൾ കൊടുത്തിട്ട് പറ്റും. അങ്ങനെ എന്തൊക്കെ തരത്തിലെ ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ കടന്നു ചെല്ലാം. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഈ ഗ്യാപ്പ് കുറച്ച് കൊണ്ടുവരാൻ പറ്റുക. അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് അതിനെ കറക്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ഇത് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം നമുക്ക് മുന്നോട്ട് ബിസിനസ്സിനെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. അവിടെ നമ്മൾ ഫണ്ട് റോൾ ചെയ്യേണ്ടി വരും. ആ റോളിങ് വിജയിക്കുന്നവനാണ് ബിസിനസ്സിൽ വിജയിക്കുന്നത്. അതല്ലാത്തവരും എന്തുണ്ടാവും, അത് തുടങ്ങി കുറച്ച് കാലം കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ കൃത്യമായൊരു ധാരണയില്ലാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴാണ് ഇത് പ്രശ്നത്തിലേക്ക് ചെന്ന് അവസാനിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞാൽ കേരളത്തിലെന്ന് പറഞ്ഞാൽ 65% സർവീസ് സെക്ടറിലാണ് നമ്മൾ ബിസിനസ് നടക്കുന്നത്. അപ്പം ആ സർവീസ് സെക്ടറിലുള്ളും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സിലും
ഈ രണ്ട് കാര്യങ്ങളിലും വലിയ വ്യത്യാസം വരുന്നുണ്ടോ? കാരണം പ്രൊഡക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ മെഷീനറിക്ക് വേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വരും. സർവീസ് ബേസ്ഡ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതലും ലേബറിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുക. അപ്പം ഇത് രണ്ടും താരതമ്യം ചെയ്യുമ്പം എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പ്രത്യേകിച്ച് അതായത് നമ്മൾ പ്രൊഡക്റ്റ് ബേസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പ്രൊഡക്റ്റ് നമ്മുടെ സ്റ്റോറിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാം നമുക്ക് വേണം. സർവീസ് സെക്ടർ ആകുമ്പോഴത്തേക്കും അത് വേണം. പക്ഷേ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെറിയ ക്ലയൻസിനെ പിടിച്ച് പിന്നെ വലുതായി വരാൻ പറ്റും. അപ്പോൾ അതിനൊരു ചെറിയ ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ഈ ചെറിയ ക്ലയൻസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന റവന്യൂ ഉപയോഗിച്ചിട്ട് നമുക്ക് കൂടുതൽ പ്രൊഡക്ട്സ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സർവീസ് കൂട്ടി കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ ഏരിയ വലുതാക്കി കൊണ്ടുവരാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ചെറിയൊരു റവന്യൂ കിട്ടിയിട്ട് അതിൽ നമ്മൾ വലുതാക്കി കൊണ്ടുവരിക ചെയ്യണേ. നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ചെയ്യുന്ന ഒരു കമ്പനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒറ്റയ്ക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് റവന്യൂ വരാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൽ എംപ്ലോയീസിനെയൊക്കെ വെച്ച് കൂടുതലാക്കി പിന്നീട് അത് ഓഫീസാക്കി അങ്ങനെ നമുക്ക് കൊണ്ടുവരാം. പക്ഷേ പ്രൊഡക്റ്റ് ബേസ് ആയിട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം, എല്ലാ സംവിധാനങ്ങളും വേണം. അപ്പോൾ നമ്മൾ കൃത്യമായി മുഴുവൻ എമൗണ്ടും നമ്മുടെ കയ്യിൽ പിടിക്കാണ്ട്, ക്യാപിറ്റൽ എമൗണ്ട് മുഴുവനായിട്ട് നമ്മുടെ കയ്യിൽ പിടിക്കാണ്ട് നമ്മൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ബിസിനസ്സിന് നമ്മൾ പോകരുത്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. മറ്റേ സർവീസ് ഓറിയൻറ്റഡ് നമ്മൾ ചെയ്യുമ്പോൾ അത്ര നമുക്ക് റിസ്ക് ഉണ്ട്. പക്ഷേ പ്രൊഡക്റ്റ് ബേസിൻ്റെ ഒരു റിസ്ക് കുറവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണം വെച്ചാൽ ഇത് വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് വിറ്റ് അവസാനിപ്പിക്കാം. അവിടെ പ്രൊഡക്റ്റ് ഉണ്ട് വിൽക്കാൻ, സർവീസിൽ പ്രൊഡക്റ്റ് ഇല്ല. അവിടെ പോയാൽ എല്ലാം പോയി. അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷേ നമുക്കത് എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് കുറച്ചൊരു ടൈം കിട്ടും. വളർച്ച വളരെ കുറഞ്ഞ മന്ദഗതിയിലായിരിക്കും പോവുക. പക്ഷേ ആയും പോലെ വളരാനുള്ള ഒരു ബ്രീത്തിങ് ടൈം നമുക്കവിടെ കിട്ടും. പക്ഷേ ഇതാവുമ്പോഴത്തേക്കും അങ്ങനെ കിട്ടില്ല. നല്ല രീതിയിൽ അത് ചെയ്യാം. പിന്നെ പ്രൈം ലൊക്കേഷനിൽ തന്നെ ഒരു ബിസിനസ് തുടങ്ങണം. നമ്മൾ എല്ലാ പ്രൊഡക്റ്റുകളും കൂടിയിട്ട് നമ്മൾ വെച്ചാലാണ് നമുക്ക് ബിസിനസ് കിട്ടുള്ളൂ എന്നൊക്കെ ഒരു ധാരണ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ വെറും ഒരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ കൊടുക്കുന്ന സർവീസ് ബെറ്റർ ആണെങ്കിൽ നമ്മളെ തേടി വരും. ഇപ്പോൾ ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിലത്തെ അതിൻ്റെ ഓണർ പറയുകയുണ്ടായി, നിങ്ങൾ ചക്രക്കുടാവുക, തേനീച്ചകൾ നിങ്ങളെ തേടി വരും. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇപ്പോൾ ബ്ലിങ്കിറ്റ്, സെപ്റ്റോ. ഇവരുടെയൊക്കെ സ്റ്റോറുകൾ എവിടെയാണെന്നൊന്നും നമുക്കറിയില്ല. മറ്റേ ബിഗ് ബാസ്ക്കറ്റ് നമ്മൾ ഓർഡർ ചെയ്യണ അവർ സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നു. അവരുടെ സ്റ്റോർ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെ ഏറ്റവും ചീപ്പായ ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ എടുക്കുന്നത്. ചിലപ്പോൾ അവന് വണ്ടി വിസിബിലിറ്റി പോലും ഉണ്ടാവില്ല അവൻ്റെ സ്റ്റോറിലേക്ക്. അപ്പോൾ ചെറിയ റെൻറ്റ് കൊടുത്താൽ മതി, റണ്ണിങ് കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ അവന് പ്രോഫിറ്റ് കുറവ് കിട്ടിയാൽ മതി. ആ കുറവ് അവന് കിട്ടുന്ന മാർജിൻ സെയിം ആയിരിക്കും, അവൻ്റെ റണ്ണിങ് കോസ്റ്റ് കുറവായിരിക്കും. ആ കോസ്റ്റ് അങ്ങനെ തന്നെ അവൻ ഡെലിവറിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ അവന് മറ്റുള്ളവരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ മാതൃകയായിട്ട് വരും. പിന്നെ ഇങ്ങനെയുള്ള കമ്പനികൾ ചെയ്യുന്ന മൊത്തത്തിലുള്ള വേറൊരു കൺസെപ്റ്റും കൂടിയുണ്ട്. എനിക്കിപ്പോൾ 100 രൂപ ലാഭം കിട്ടി. ഈ 100 രൂപയിൽ ഞാൻ 40 രൂപ കസ്റ്റമർക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അവരതിന് തയ്യാറാണ്. അവരാ 40 രൂപ ഓഫറുകളായിട്ടും കൂപ്പണുകളായിട്ടും അവർ തിരിച്ചു കൊടുക്കുന്നു കസ്റ്റമർക്ക്. അപ്പോൾ കസ്റ്റമർക്ക് അങ്ങനെ, അതായത് നീ അടുത്തൊരു പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഞാൻ 25 രൂപ ഓഫർ തരും. അപ്പോൾ അടുത്തൊരു പർച്ചേസ്, അതായത് പർച്ചേസിങ് കപ്പാസിറ്റി കസ്റ്റമറെ കൊണ്ട് കൂട്ടിക്കൊണ്ടിരുന്നു. അപ്പം നമ്മളവരൊരു ശീലം ഉണ്ടാക്കി കൊണ്ടുവരിക ചെയ്യണേ. എങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഒരു ശീലം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, ഒരു ഹാബിറ്റ് നമ്മളിൽ വളർത്തിയെടുക്കുന്നു. അങ്ങനെ നമ്മൾ അവരിലേക്ക് തിരിഞ്ഞു പോകണം. ജിയോ ആണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? ഇന്റർനെറ്റ് ഫ്രീ ആയിട്ടാണ് കൊടുത്തോണ്ടിരുന്നത്. അതിനുശേഷം ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് ഹാബിറ്റ് ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യണേ. അങ്ങനെയുള്ള കമ്പനികൾ ചെയ്യുന്നത് ഹാബിറ്റ് ഒരു തരത്തിൽ അവർ വളർത്തിയെടുക്കണം. രണ്ടാമത്തെ തരത്തിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കോമ്പറ്റീഷൻ അവർ ഒഴിവാക്കണം. അതായത് അവരങ്ങനെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ കുറേ പേര് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിർത്തിപ്പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ആ കോമ്പറ്റീഷൻ, ആ ഒരു സ്പേസ് അവർക്ക് കൂടുതൽ കിട്ടി. മോണോപോളി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ പൊളിഞ്ഞു പോയ കമ്പനികളും ഉണ്ട് കേട്ടോ. ഇപ്പോൾ യൂബർ ഈറ്റ്സ് ഉണ്ട്, അവർ വിട്ടുപോയി. അവരത് സൊമാറ്റോയ്ക്ക് കൊടുത്ത് പരിപാടി അവസാനിപ്പിച്ചു.
കാരണം അവർക്ക് എല്ലാവരും കൂടി കോമ്പറ്റീഷൻ വന്നപ്പോൾ അവർക്ക് അത് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരത് വിട്ട് കളഞ്ഞു. യൂബർ ഈറ്റ്സ് അങ്ങനെ ചെയ്തത്, അവർ വിട്ടുപോയി. അതിന് വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ. അവർ മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തു. പല കമ്പനികളും ഇതുപോലെ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള പല കമ്പനികളും ഇപ്പം കാണാനില്ല. ഇടയിൽ വെച്ച് റിലയൻസ് ടേക്ക് ഓവർ ചെയ്യാൻ നോക്കലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. അവരൊന്നും ഇപ്പം ഇല്ല, അഡ്രസ്സ് ഇല്ലാത്തോണം പോയി. അപ്പോൾ വലിയ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, വലിയ ബ്രാൻഡാണെന്ന് വിചാരിച്ചിട്ട് നിലനിന്നോളൊന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ അംബാസഡർ കാറ്, ഫിയറ്റ് കാറ് ഒക്കെ പോയി. അപ്പോൾ മാർക്കറ്റിനനുസരിച്ച് മാറ്റങ്ങൾ നമ്മളെപ്പോഴും കണ്ടില്ലെങ്കിൽ, അത് വരുത്തിയില്ലെങ്കിൽ നമ്മുടെ ബിസിനസ് പോവുക തന്നെ ചെയ്യും.